بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. توفنا مسلمين وألحقنا بالصالحين. أما بعد. നൂൻ والقلم وما يسطرون എന്ന് തുടങ്ങുന്ന സൂറത്തിലെ 13 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് കൊണ്ടുവന്ന ഈ ദീനിനെ നിഷേധിക്കുന്നവരെ, ഓ നബിയെ താങ്കൾ അനുസരിച്ചു പോകരുത്. അവരിൽ പലരുടെയും സ്വഭാവം അവരൊരുപാട് സത്യം ചെയ്ത് പറയുന്നവരാണ്. അവർ നമീമത്തുമായി നടക്കുന്നവരാണ്. ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ കൊണ്ടു നടന്ന് ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന പണിയെടുക്കുന്നവർ, ഖൈർ മുടക്കുന്നവർ, അതുപോലെ അതിരുവിട്ടവർ, പാപികൾ, ക്രൂരന്മാരായ, പാവങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ, തിന്മയുടെ ആളുകളാണെന്ന് അറിയപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പറയുന്നു, അൻകാനദാമാലി വബനീൻ, ഇവനിങ്ങനെ നിഷേധിയും അഹങ്കാരിയും ഒക്കെ ആയിട്ടുള്ളത് അൻകാന, അവനായി എന്നതിനാലാണ്. ദാമാലിൻ, അവൻ ദാമാൽ, പണമുള്ളവനായി, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. വബനീൻ, മക്കളുമുണ്ട് എന്നതിനാൽ. അൻകാന ദാമാലിൻ വബനീൻ. ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ല അലൈഹി, അവന് ഓതപ്പെട്ടാൽ, ഓതുന്നതവൻ കേട്ടാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാല, അവൻ പറയുന്നു, അസാതീറുൽ അവ്വലീൻ, ഇത് അവ്വലീൻ, പഴയ കാലത്തുള്ള ആളുകളുടെ അസാതീർ. അസാതീർ എന്നാൽ പുരാണ കഥകൾ, കെട്ടുകഥകൾ. ഇത് പണ്ടേ ഇങ്ങനെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കുറെ പുരാണങ്ങൾ എന്നല്ലാതെ അള്ളാഹുവിന്റെ ആയത്തല്ല. അള്ളാഹുവിന്റെ ആയത്തിനെ അവൻ നിഷേധിക്കുന്നു. അള്ളാഹു ഈ ആയത്തുകളുടെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇവർ എന്താണ് അൻകാന ദാമാലി വബനീൻ, യഖൂലു തആല ഹാദാ മുഖാബലതു മാ അൻഅമ അല്ലാഹു അലൈഹി മിനൽ മാലി വൽ ബനീൻ. ഇവൻ അള്ളാഹു അവന് നിഅമത്തായി, അനുഗ്രഹമായി കൊടുത്ത സമ്പത്തും സന്താനങ്ങളും, അതിന് പകരമായി എന്താണ് ചെയ്യുന്നത്? കഫറ ബി ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചു. വഅറദ അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. വസഅമ അന്നഹാ കദിബുൻ, എന്നിട്ട് അവൻ ജൽപ്പിക്കുന്നു അള്ളാഹുവിന്റെ ആയത്ത് കളവാണെന്ന്. മഅഖൂദു മിൻ അസാതീറുൽ അവ്വലീൻ, മിൻ അസാതീരിൽ അവ്വലീൻ, പഴയ ആളുകൾ പണ്ടേ പറഞ്ഞു വരുന്ന കെട്ടുകഥകളിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ ഇവൻ പറയുന്നു. ഏതുപോലെ? സൂറത്തുൽ മുദ്ദസ്സിറിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا എന്ന് തുടങ്ങിയ ആയത്തുകൾ ആ സൂറത്തിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു പറഞ്ഞു, ذرني, എന്നെ വിട്ടേക്കൂ, ومن خلقت وحيدا, ഞാൻ ഒറ്റക്ക് പടച്ച ഒരുവനെയും. അവനെ പടച്ചപ്പോൾ അവനൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ലാത്ത ശൂന്യമായ കൈകളുമായിട്ടാണ് അവൻ ഈ ദുനിയാവിലേക്ക് വന്നത്. വജഅൽതു ലഹു, എന്നിട്ട് ഞാൻ അവന് കൊടുത്തു, മാലം മംദൂദ, വലിയ വിശാലമായ സമ്പത്ത്. വബനീന ഷുഹൂദ, സാക്ഷികളായ മക്കൾ. ഷുഹൂദർ അവിടെ തന്നെയുള്ള മക്കൾ. ബാക്കി കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ജോലിക്കാരുണ്ട്. മക്കളതിന് പറഞ്ഞേക്കേണ്ട ആവശ്യം തന്നെയല്ല, മറിച്ച് അവരൊക്കെ എപ്പോഴും ഇവന് സഹായികളായി, ഇവന് തമാശ പറയാനും അവന് ദുനിയാവിന്റെ കാര്യങ്ങൾ പറയാനും ഒക്കെ, രസത്തിൽ ഏർപ്പെടാനും ഒക്കെയായി മക്കൾ ചുറ്റും തന്നെ ഉള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ
അവന്റെ ആയത്തുകളെ നിഷേധിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവസാനം അല്ലാഹു പറഞ്ഞു ഉസ്ലിഹി സഖർ, സഖറാകുന്ന നരകത്തിലിട്ട് ഞാൻ അവനെ കരിച്ചു കളയും എന്നതുപോലെയാണ് ഇവിടെ. അൻകാന ദാ മാലി വ ബനീൻ, കുറെ സമ്പത്തും കുറെ മക്കളുമൊക്കെ ഉണ്ട് എന്നതിന്റെ പേരിൽ ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയുന്നു ഇത് പഴയ കാലത്തെ പുരാണ കഥകളാണ് എന്ന്. നഊദു ബില്ലാഹ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ ഒരുവന് കൂടിയാൽ അങ്ങനെയുള്ള ആളുകൾ സാധുക്കൾ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് വരുന്നത് അക്കൂട്ടരിൽ നിന്ന് കുറച്ചാളുകളായിരിക്കും. പണക്കാരെല്ലാവരും മോശക്കാരേ ആവുള്ളൂ എന്നല്ല, മറിച്ച് ഹക്ക് അതുപോലെ ഈ ദീൻ ഇതൊക്കെ ആദ്യം സ്വീകരിക്കുന്നവർ എപ്പോഴും പാവങ്ങളായിരിക്കും. കാരണം ഈ ദീനിന്റെ ആദ്യകാലത്ത് എപ്പോഴും പരീക്ഷണങ്ങളായിരിക്കും. അപ്പോ പരീക്ഷണങ്ങളിൽ അതൊന്നും അനുഭവിക്കാനോ തങ്ങളുടെ സമൂഹത്തിലെ നിലയും വിലയും കളയാനോ ഒന്നും പൊതുവെ അതുള്ള ആളുകൾ പൊതുവെ തയ്യാറാവുകയില്ല. അതാണ് അതിന്റെ കാരണം. അൻകാനദ മാലി വ ബനീൻ, യഥാർത്ഥത്തിൽ അള്ളാഹു അവന് ദുനിയാവ് നൽകിയതിൽ ശുക്രാണ് അവൻ ചെയ്യേണ്ടത്. അവന്റെ സമ്പത്തും അവന്റെ ദുനിയാവിലെ സ്ഥാനവും ഒക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവൻ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള നല്ലവരായ പണക്കാരെ കൊണ്ട് ഇത് ദീനിനെ സഹായിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന അമന്ന നാസി അലയ്യ ബിസുഹ്ബതിഹി വമാലിഹി അബൂബക്കർ, തന്റെ സമ്പത്തും തന്റെ സുഹ്ബത്തും തന്റെ കൂട്ടും അതുപോലെ പൈസയും കൊണ്ട് എനിക്ക് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അബൂബക്കറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുത്ത ഉപകാരം പോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഹിദായത്താകുന്ന വലിയ ഉപകാരം അതെത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കി എല്ലാവരോടും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് വല്ലൈലി ഇദാ യഗ്ശ എന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വമാ മിൻ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. എന്റെ തൊട്ടുമുള്ള ആയത്ത് എന്താണ്? فسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى وما لأحد عنده من نعمة تجزى. ഒരാളുടെ അടുത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരം ചെയ്തു കൊടുക്കേണ്ട ഒരു ഉപകാരം ഇല്ല. രണ്ടു നിലക്ക് അതിന് അർത്ഥം വായിക്കാം. എന്ന് പറഞ്ഞാൽ തനിക്കിങ്ങോട്ട് ആരെങ്കിലും ചെയ്തു തരാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാറില്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ. അതുപോലെ തന്നെയാണ് വമാ മിൻ അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആരെന്ത് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതിനേക്കാളും വലുത് അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉർവ എന്ന് പറയുന്ന ആ സമയത്ത് കാഫിറുകളുടെ നേതാവായിരുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിക്കടയിൽ വളരെ രൂക്ഷമായ ഒരു മറുപടി അയാളോട് പറഞ്ഞപ്പോൾ ഉർവ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഉർവ പറഞ്ഞു, കുറെ ഉപകാരങ്ങൾ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട്, അതിന് പകരം ഞാൻ ചെയ്തു തന്നിട്ടില്ല. അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറഞ്ഞേനെ. ആരാണിത്? ആ ഖുറൈശികളിലെ ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു ഉർവ. ഇബ്നു കസീർ ചോദിച്ചു, ഈ ഒരു ഗോത്രത്തിന്റെ തലവൻ ആ അറബികളിൽ വളരെ ഷരീഫായ ഒരാളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ സാധുക്കളുടെ അവസ്ഥ എന്തായിരിക്കും അബൂബക്കറുമായുള്ള ഇടപാടിൽ? അപ്പോൾ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയാണ് സമ്പത്തും സന്താനങ്ങളുമൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അൻകാനദ മാലി വ ബനീൻ, കാരണം ഇത് പരലോകത്ത് ഉപകാരപ്പെടാത്തതാണ് അള്ളാഹുവിലേക്ക് സലീമായ കൽബോടെ എത്തിയവൻ ഒഴികെ. അള്ളാഹു വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ആ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. അൻകാന ദാ മാലി വ ബനീൻ ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ സനസിമുഹു അലൽ ഖുർതൂം. അള്ളാഹു പറയുന്നു സനസിമുഹു, ഞാൻ അവന് അടയാളം വെക്കുന്നതാണ്.
സീമ അത് വെക്കുന്നതാണ്. അടയാളം എന്നാണ് അതിന് പറയാ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സഹാബത്തിനെ കുറിച്ച് പറഞ്ഞില്ല, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളമുണ്ട്. സുജൂദിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അത് തഖ്വയാണെന്നാണ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. നെറ്റിയിലുള്ള അടയാളമല്ല. കാരണം നെറ്റിയിലുള്ള അടയാളം ഓരോരുത്തരുടെ തൊലിയുടെ പ്രത്യേകതയാണ്. ചില ആളുകൾക്ക് കുറച്ച് ആൾ സുജൂദ് ചെയ്താൽ തന്നെ അടയാളം വരും. ചില ആളുകൾക്ക് 10-60 കൊല്ലം സുജൂദ് ചെയ്താലും അടയാളങ്ങളൊന്നും കണ്ടേക്കുകയില്ല. സനസിമുഹു, ഞാനവൻ അടയാളം വെക്കുന്നതാണ്. അലൽ ഖുർത്തൂം, ഖുർത്തൂമിൽ. ഖുർത്തൂം എന്നാൽ ആനയുടെ തുമ്പിക്കൈക്കാണ് ഖുർത്തൂം എന്ന് പറയുക. അവന്റെ ഖുർത്തൂമിന് നാം അടയാളം വെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സനുബയ്യിനു അംറഹു ബയാനൻ വാദിഹ, അവന്റെ കാര്യം നാം വ്യക്തമാക്കുന്നതാണ്. ഹത്താ യഅരിഫൂഹു വലാ യഖ്ഫാ അലൈഹിം, അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ. കമാ ലാ തഖ്ഫ അസ്സിമതു അലൽ ഖറാത്തീം, തുമ്പിക്കൈക്ക് അടയാളം വെച്ചാൽ ആളുകൾക്ക് അത് അവ്യക്തമായി പോകാത്തതുപോലെ. ഒരു ഫാസിഖിന്, തെമ്മാടിക്ക് അവന്റെ മുഖത്ത് അതുണ്ടാകുമെന്നാണ് എന്റെ അടയാളം. അത് അള്ളാഹു ബസീറത്ത് നൽകിയ, അള്ളാഹു ഉൾക്കാഴ്ച നൽകിയ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കാഴ്ച നൽകിയ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കണം ഫിറാസത്തുൽ മുഅ്മിൻ, ഫിറാസത്തുൽ മുഅ്മിൻ, അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ. കാരണം അവൻ നോക്കുന്നത് ബിനൂരില്ല, അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ്. അവൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അവിടെ മുഅ്മിനിന്റെ ഫിറാസത്ത് നിങ്ങൾ സൂക്ഷിച്ചോളൂ. എന്താണ് ഫിറാസ? കള്ളത്തരം തെളിവൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ ചൂഴ്ന്ന് അന്വേഷിക്കൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനാണ് ഫിറാസ എന്ന് പറയുക. അത് മുഅ്മിനിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനിന് അള്ളാഹു നൽകും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ അവൻ ഭയപ്പെടുക. അവന്റെ അടുത്തുള്ള മാന്യന്മാരായ മലായിക്കത്തിനെ, കിറാമൻ കാതിബീൻ, അവരിൽ നിന്ന് അവൻ ലജ്ജിക്കുക തെറ്റുകൾ ചെയ്യുമ്പോൾ. അതുപോലെ സൂക്ഷിക്കുക. ആരുടെ കാര്യം? മുഅ്മിനുകളുടെ. അവർക്ക് മനസ്സിലാവും, അവർക്ക് അള്ളാഹു ഒരു ഫിറാസ അത് നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില ആളുകളെ ചിലപ്പോൾ കുറേ ഒന്നും ഇടപാട് നടത്താതെ തന്നെ ചില സംസാരങ്ങളിലൂടെ മനസ്സിലാകും, ചില പെരുമാറ്റങ്ങളിലൂടെ ആള് ശരിയല്ല എന്നത് പെട്ടെന്ന് മനസ്സിലാക്കുക. അത് അള്ളാഹു ചിലർക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. ബസീറ, ഒരു ഉൾക്കാഴ്ചയാണത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ, അള്ളാഹു പറഞ്ഞു അവന്റെ കിതാബിൽ, മുഅ്മിനുകളെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ യജ്അൽ ലക്കും ഫുർഖാനാ, അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഏർപ്പെടുത്തി തരും. എന്താണ് ഫുർഖാൻ? ഹഖും ബാത്തിലും വേർതിരിക്കാനുള്ള തൗഫീഖ്. അത് ചിലപ്പോൾ കുറേ അനുഭവങ്ങൾ ഏറ്റിട്ടോ കുറേ മനസ്സിലാക്കിയിട്ടോ കുറേ കൂടെ നടന്നിട്ടോ ആവണമെന്നില്ല. വളരെ വേഗത്തിൽ തന്നെ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്മിനുകൾക്ക് മോശക്കാരായ ആളുകളെ മനസ്സിലാക്കാൻ തൗഫീഖ് കൊടുക്കും. അതുകൊണ്ട് മുഅ്മിനുകൾക്കിടയിൽ വഷളാകാൻ നിൽക്കണ്ട, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. സാലിഹായാൽ നീ അറിയാതെ പല ഫലങ്ങളും നിനക്ക് കിട്ടും. അള്ളാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിക്കാൻ തീരുമാനിച്ചാൽ നീ വിചാരിക്കാത്ത വഴിയിലൂടെ പല ഖൈറും നിനക്ക് കിട്ടും. അതിൽപ്പെട്ടതാണ് അത്തഹിയ്യാത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നില്ലേ, സലാമു അലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. നമ്മൾ കിതാബ് തൗഹീദിൽ വായിച്ചില്ലേ, സഹാബത്ത് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു നിസ്കാരത്തിന്റെ അവസാനം. ആദ്യം അവർക്കറിയാതെ സലാമു അലല്ലാഹ്. അതുപോലെ അവർ പറയാറുണ്ടായിരുന്നു അസ്സലാമു അലാ ജിബ്രായീൽ വ മീകായിൽ, ജിബ്രീലും മീകായിലും സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം അവര് ഇജ്തിഹാദ് നടത്തിയതാണ്. പഠിക്കുന്നതിന് മുമ്പ് നിസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്, സംഭാഷണമാണ്. അതുകൊണ്ട് അതിന്റെ അവസാനം അള്ളാഹുവിന് തഹിയ്യത്ത് പറഞ്ഞ് അവൻ അഭിവാദ്യം ചെയ്ത് നിസ്കാരം അവസാനിപ്പിക്കാം എന്ന നിലക്ക്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം ഫൈൻ അല്ലാഹ ഹുവ അസ്സലാം, അള്ളാഹുവാണ് അസ്സലാം, അവന്റെ പേരാണ് അസ്സലാം. എല്ലാ ന്യൂനതകളിൽ നിന്നും സലാമത്തായവൻ, ഒഴിവായവൻ. ഒരു ന്യൂനതയും ഒരു മോശവും അവനെ ബാധിക്കുകയില്ല. അതുപോലെ അവനിൽ നിന്നാണ് സലാമത്തുള്ളത്, സലാമുള്ളത്, രക്ഷയുള്ളത്, അതുപോലെ സമാധാനമുള്ളത് അള്ളാഹുവിൽ നിന്നാണ്. മറിച്ച് നിങ്ങൾ പറയുക അത്തഹിയാത്തു ലില്ലാഹ് സ്വലവാത്തു വത്തയ്യിബാത്ത്, മറ്റൊരു റിവായത്ത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു വത്തയ്യിബാത്തു ലില്ലാഹ്, അതാണ് അള്ളാഹുവിനുള്ള തഹിയ്യ. എന്നിട്ട് നിങ്ങൾ പറയുക സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ,
നമുക്ക് സലാം ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സാലിഹുകളായ അടിമകൾക്ക് മുഴുവൻ എന്തു പറയേണ്ടതില്ല? സലാം അല ജിബ്രീൽ, സലാം അല മീകായിൽ എന്ന് പറയേണ്ടതില്ല. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ആകാശത്തും ഭൂമിയിലുമുള്ള അള്ളാഹുവിന്റെ സാലിഹായ എല്ലാ അടിമകൾക്കു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെ ദുആ കിട്ടണോ? നീ സാലിഹായാൽ മതി, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മതി. സലാം അല ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് നാം അറിയാത്ത, നമുക്ക് ചിലപ്പോൾ നേർക്ക് നേരം നമ്മുടെ മുന്നിൽ വരാത്ത ഒരുപാട് ഖൈറുകൾ അതിന്റെ പിന്നാലെ ഉണ്ട്. തഖ്വ, അതിലാണ് എല്ലാ ഖൈറുമുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിക്കുന്നതിൽ, അവൻ നിനക്ക് വാജിബാക്കിയത് നീ ചെയ്യുന്നതിൽ, അവൻ ഹറാമാക്കിയതിൽ നിന്ന് നീ മാറി നിൽക്കുന്നതിൽ, അതിലാണ് എല്ലാ ഖൈറുമുള്ളത്. വഫഖനല്ലാഹു ഇയ്യാക്കും. സനസിമുഹു അലൽ ഖുർതൂം, നാം അവന്റെ തുമ്പിക്കൈയിൽ അടയാളം വെക്കുന്നതാണ് എന്ന് പറഞ്ഞു. നോക്ക്, ഇത് ദുനിയാവിൽ അടയാളമുണ്ടാകും. അതുപോലെ അഹ്ലുന്നാർ, നരകത്തിന്റെ ആളുകൾ, അവരെ അള്ളാഹു അടയാളം വെക്കുന്നതാണ്. യഅനി നുസവ്വിദു വജ്ഹഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഅ്മിനിനെയും കാഫിറിനെയും നോക്കിയാൽ തിരിച്ചറിയും. കാരണം യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, നരകക്കാരെയും സ്വർഗ്ഗക്കാരെയും നോക്കിയാൽ തിരിച്ചറിയും. ചില മുഖങ്ങൾ അള്ളാഹു വെളുപ്പിക്കും, ചില മുഖങ്ങൾ അള്ളാഹു കറുപ്പിക്കും. അത് നോക്ക്, പരലോകത്ത് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടയാളം വെക്കുന്നതാണ്. സനസിമുഹു അലൽ ഖുർതൂം, അവന്റെ തുമ്പിക്കൈക്ക് നാം അടയാളം വെക്കുന്നതാണ്. ഈ ലോകത്തുമുണ്ടാകും ആ അടയാളം, പരലോകത്തുമുണ്ടാകും ഇൻഷാ അള്ളാഹ്. എന്നിട്ടിതാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഒരു ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു പഴയ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ഉദാഹരണം, ഒരു ചരിത്രം. എന്താണത്? ഇന്ന ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നഹ് ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തഥ്നൂൻ ഫതാഫ അലൈഹാ ത്വായിഫും മിൻ റബ്ബിക വഹും നായിമൂൻ ഫഅസ്ബഹത് കസ്സരീം. അല്ലാഹു പറയുന്നു, ഇന്ന ബലൗനാഹും, നാം അവരെ പരീക്ഷിച്ചിരിക്കുന്നു. ആരാണ് പരീക്ഷിച്ചിരിക്കുന്നത്? ആരാണ് അള്ളാഹു പരീക്ഷിച്ചത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി വന്നപ്പോൾ അതിനെ നിഷേധിച്ച, തന്റെ സമ്പത്തും മക്കളെയും ഒക്കെ കണ്ട് അഹങ്കാരം നടിച്ച് സാധുക്കളെ അകറ്റിക്കളഞ്ഞ, ധിക്കാരവും അഹങ്കാരവും പിശുക്കുമൊക്കെ ഉള്ള ഇവരെ നാം പരീക്ഷിച്ചിരിക്കുകയാണ്, സമ്പത്തും സൗകര്യങ്ങളൊക്കെ കൊടുത്ത്. ആരെ പരീക്ഷിച്ചതുപോലെ? ഒരു ഉദാഹരണം ഇത് അള്ളാഹു പറയുന്നു. കമാ ബലൗന, നാം പരീക്ഷിച്ചതുപോലെ അസ്ഹാബൽ ജന്ന. ഇവിടെ ജന്ന എന്നാൽ പരലോകത്തുള്ള നാറിന് വിപരീതമായ, നരകത്തിന് വിപരീതമായ സ്വർഗമല്ല ഈ ആയത്തിൽ ഉദ്ദേശം. പിന്നെ ഇതേത് ജന്നത്താണ്? ഇതൊരു തോട്ടം എന്നാണ് അർത്ഥം. ആ തോട്ടത്തിന്റെ ആളുകളെ, മുമ്പ് ഒരു തോട്ടമുണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവരെ നാം പരീക്ഷിച്ചതുപോലെ ഇവരെ നാം പരീക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? നോക്കി, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഹാദാ മസലുൻ, ഇതൊരു ഉദാഹരണമാണ്. ضربه الله تعالى, അല്ലാഹു ഈ ഉദാഹരണം പറഞ്ഞത് ലികുഫാരി ഖുറൈശിൻ, ഖുറൈശ് കാഫിറുകളായ ഖുറൈശികളെയാണ്. ഫീമ അഹ്ദാ ഇലൈഹിം മിന റഹ്മത്തിൽ അളീമ, അല്ലാഹു അവർക്ക് നൽകിയ മഹത്തായ റഹ്മ. വഅതാഹും മിന നിഅമിൽ ജസീമ, അല്ലാഹു അവർക്ക് നൽകിയ വളരെ വലിയ നിഅമ, അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? വഹുവ ബഅസുഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവരിലേക്ക് അയച്ചു. ആ റസൂലിനെ അവർ അനുസരിക്കുക എന്നത് എല്ലാ ശറഫും എല്ലാ മഹത്വവും അവർക്ക് കിട്ടാനുള്ള വഴിയാണ്. നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര ഉന്നതമായ സ്ഥാനമാണ് അവിടത്തേക്ക് കിട്ടിയത്. ബാക്കിയുള്ള സഹാബത്ത് എത്ര വലിയ സ്ഥാനമാണ് അവർക്ക് കിട്ടിയത്. ആ സ്ഥാനമായിരുന്നു ഇവരെ കാത്തിരുന്നത്. ആരെ? ഖുറൈശികളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളുണ്ടായിരുന്നു അതിൽ. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. അലം തറ ഇലൽ ലദീന ബദ്ദലു നിഅമതല്ലാഹി കുഫ്റൻ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹാ വബിഅസൽ ഖറാർ. നീ കണ്ടില്ലേ അള്ളാഹുവിന്റെ നിഅമത്തിനെ കുഫറാക്കി മാറ്റിമറിച്ചവനെ, എന്നിട്ട് അവരുടെ കൗമിന് നരകം അവർക്ക് സങ്കേതമാക്കി കൊടുത്തവനെ. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുഫറാക്കി മാറ്റി. ഫഖാബലൂഹു ബിത്തക്ദീബി വറദ്ദി വൽമുഹാറബ,
ഈ നിഅമത്തിനെ അവർ നേരിട്ടത് എന്തുകൊണ്ടാണ്? നിഷേധം കൊണ്ട്, തള്ളിക്കളയൽ കൊണ്ട്, എതിർപ്പ് കൊണ്ട്. അള്ളാഹുവിന്റെ നിഅമത്താണ് വന്നത്. ഇരു കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് പകരം നിഷേധിച്ചു, എതിർത്തു, പോരാടി, ഹക്കിനോട് പോരാടി. ഇവരെ നാം പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന ബലൗനാഹും ഐ ഇഖ്തബർനാഹും, ഇവരെ നാം പരീക്ഷിച്ചതാണ്. കമാ ബലൗന, നാം മുമ്പ് പരീക്ഷിച്ചതുപോലെ അസ്ഹാബൽ ജന്ന, ജന്നത്തിന്റെ ആളുകളെ. അവിടെ ജന്ന എന്നാൽ ഇബ്നു കസീർ പറയുന്നു വഹിയൽ ബുസ്താൻ. ബുസ്താൻ എന്താ? തോട്ടം. അൽ മുഷ്തമിൽ അല അൻവാഇ സിമാരി വൽ ഫവാക്കിഹ്, കുറെ പഴങ്ങളും അതുപോലെ നല്ല പഴങ്ങളുമൊക്കെ നിറഞ്ഞ തോട്ടം, അതിനാണ് ജന്ന എന്ന് പറയുക. അങ്ങനെ ഒരു തോട്ടം കൊണ്ട് അള്ളാഹു ഒരു ഖൗമിനെ പരീക്ഷിച്ചിരുന്നു മുമ്പ്. എന്ന് പറഞ്ഞാൽ അവർക്കത് കൊടുത്തിട്ട് അള്ളാഹു അവർക്കത് നൽകി. അള്ളാഹുവിന് ശുക്ർ കാണിക്കേണ്ടതിന് പകരം എന്താണ് അവർ ചെയ്തത്? നോക്കൂ, ഇത് അഖ്സമു, അവർ സത്യം ചെയ്തപ്പോൾ എന്താണ് സത്യം ചെയ്തത്? ലയസ്രിമുന്നഹ, അവരത്, അതിലെ ഫലമൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് പറിച്ചെടുക്കാൻ പാകമായിട്ടുണ്ട്. അവർ സത്യം ചെയ്തു പറഞ്ഞു നമുക്കത് പറിച്ചെടുക്കണം. മുസ്ബിഹീൻ, രാവിലെ തന്നെ പറിച്ചെടുക്കണം. നേരം വല്ലാതെ വെളുക്കുന്നതിന് മുമ്പ് അത് പോയി പറിച്ചെടുക്കണം. സത്യം ചെയ്തു പറഞ്ഞു നമുക്കത് പറിച്ചെടുക്കണം. വലാ യസ്തസ്നൂൻ, അവർ ഇസ്തിസ്നാ ചെയ്തില്ല. എന്താണ് ഇസ്തിസ്നാ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. വലിയ അത് ഈമാനിന്റെ അടയാളമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. കാരണം ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരടിമ സമ്മതിക്കുകയാണ്, അള്ളാഹുവിന്റെ മശിയത്തുണ്ടെങ്കിലല്ലാതെ എനിക്ക് ഇത് നടപ്പിലാക്കാൻ കഴിയുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ഖദർ, അതിലുള്ള വിശ്വാസം അവൻ അംഗീകരിച്ചത് നാവുകൊണ്ട് പറയുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമുക്കൊരു കഴിവോ ഒരു ശക്തിയോ ഒരു കാര്യം നേടിയെടുക്കാനോ ഒരു കാര്യം നീക്കിക്കളയാനോ ഉള്ള ഒരു കഴിവ് നമുക്കില്ല, അള്ളാഹു തന്നാലല്ലാതെ എന്നവൻ അംഗീകരിക്കുകയാണ് ഇൻഷാ അല്ലാഹ് എന്ന വാക്കിലൂടെ. അതുകൊണ്ട് വലിയ ബർക്കത്തുണ്ട് ആ വാക്കിന്. ഈ ഖൗം ഇവരെ നശിപ്പിക്കപ്പെട്ടു ഇത് പറയാത്തതിന്റെ പേര്, കരുതിക്കൂട്ടി പറയാത്തതാണ്. അതുപോലെ ഒരു ഖൗം അവർ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവായി ഇത് പറഞ്ഞതിന്റെ പേര്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ അവരാദ്യം കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടി. അവസാനം പറഞ്ഞു വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, ഇൻഷാ അല്ലാഹ് എന്ന അവസാനം പറഞ്ഞു. പിന്നെ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നിയില്ല, അതുവരെ ചോദിച്ചതിന്മേ നിർത്തി. എന്നിട്ട് പശുവിനെ അറുത്തു. അത് ഇൻഷാ അല്ലാഹ് എന്നതിന്റെ ബർക്കത്താണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴത് നടക്കണമെന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. പക്ഷേ അത് പറയൽ നിനക്ക് നിർബന്ധമാണ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്, നീ ഒരു കാര്യം നാളെ ചെയ്യുമെന്ന് പറയരുത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ, അവൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിട്ടല്ലാതെ. ഇൻഷാ അല്ലാഹ് എന്നവർ പറഞ്ഞില്ല, ഈ ഖൗം പറഞ്ഞില്ല. എന്താണ് ഉണ്ടായത്? ഫതാഫ അലൈഹാ طائف من ربك وهم نائمون. فطاف عليها, അപ്പോഴതാ താഫ, എന്താണ് താഫ? ചുറ്റി. താഫ അലൈഹ, അതിനു മുകളിൽ ചുറ്റി. അള്ളാഹു ആ തോട്ടത്തിലേക്ക് അയച്ചു. തായിഫും മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള ഒരു തായിഫ്, അള്ളാഹു അയച്ച ഒരു തായിഫ്, അവന്റെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈന്യം. കാറ്റ് അള്ളാഹുവിന്റെ സൈന്യമാണ്, മലായിക്കത്ത് അള്ളാഹുവിന്റെ സൈന്യമാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ചുറ്റിയത് ജിബ്രീലാണ് എന്ന്. അവരുടെ തോട്ടം ഒന്ന് ചുറ്റി. എന്താണ് ഉണ്ടായത്? വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ. നാളെ രാവിലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയതാണ്. വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ. അള്ളാഹു നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു തായിഫ്, താഫ് എന്നാൽ ചുറ്റുക, തായിഫ് എന്നാൽ ചുറ്റുന്നയാണ്. ആ തോട്ടത്തിനെ ഒന്ന് ചുറ്റുകയുണ്ടായി. ഫാസ്ബഹത്, അപ്പോൾ ആ തോട്ടമായി തീർന്നു. കസ്സരീം, ഒരു സരീം എന്നതുപോലെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഐ കല്ലൈലിൽ അസ്വദ്, ഇരുണ്ട ഒരു രാത്രി പോലെ മനോഹരമായിരുന്ന ഇവരുടെ തോട്ടം, ഭംഗിയേറിയിരുന്ന പച്ച നിറത്തിലുള്ള കൺകുളിർമയേകിയിരുന്ന ഇവരുടെ തോട്ടം എന്തായി തീർന്നു?
ഒരിരുണ്ട രാത്രി പോലെ. അത്രയും അതിനെ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു. ഇവരുറങ്ങിക്കൊണ്ടിരിക്കും. എന്താണ് ഉണ്ടായത്? അവർ രാവിലെ തനാദൗ പരസ്പരം പറഞ്ഞു, മുസ്ബിഹീൻ പകലിൽ. എന്താണ് ഉണ്ടായത്? ഇബ്നു കസീർ പറയുന്നു, ആദ്യം ഒരു സത്യം ചെയ്തു പറഞ്ഞല്ലോ. എന്താണ് സത്യം ചെയ്തത്? ഐ ഹലഹു ഫീമ ബൈനഹും, അവർ പരസ്പരം സത്യം ചെയ്തിട്ട് പറഞ്ഞു, ലയജുദ്ദന്ന സമറഹ ലൈലൻ, രാത്രിയിൽ തന്നെ, നേരം വല്ലാതെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ തോട്ടത്തിലുള്ള ഫലങ്ങളെല്ലാം പറിച്ചെടുക്കണം. ലിഅല്ലാ യഅലമ ബിഹിം ഫഖീറുൻ വലാ സായിൽ. എന്തിനാണത്? ഒരു പാവപ്പെട്ടവനോ ചോദിച്ചു വരുന്നവനോ ഒന്നും കാണുന്നതിന് മുമ്പ് അത് മുഴുവൻ പറിക്കണം. ലിയതവഫറ സമറുഹ അലൈഹിം വലാ യതസദ്ദഖു മിൻഹു ബിശൈ. ആരും ഒരു മുന്നേ പറിച്ചാൽ എന്താണ്, ഒരാൾക്കും കൊടുക്കണ്ടില്ല, മുഴുവൻ നമുക്ക് തന്നെ കിട്ടും. അതിനുവേണ്ടി വലാ യസ്തസ്നൂൻ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഫതാഫ അലൈഹാ ത്വായിഫുൻ മിൻ റബ്ബിക വഹും നായിമൂൻ, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു ത്വായിഫ് അതിനെ ഒന്ന് ചുറ്റി അവരുറങ്ങിക്കൊണ്ടിരിക്കെ, ഫാസ്ബഹത് കസ്സരീം, ഇരുണ്ട രാത്രി പോലെ ആയി തീർന്നു, അത് എല്ലാം നശിച്ചു. ഫതനാദൗ മുസ്ബിഹീൻ എന്താണ്? രാവിലെ ആയപ്പോൾ തനാദ അവർ പരസ്പരം പറഞ്ഞു, ലമ്മ കാനത് വഖ്തു സുബ്ഹ്, സുബ്ഹിന്റെ നേരമായപ്പോൾ, നാദാ ബഅദുഹും ബഅദൻ ലിയദ്ഹബു ഇലൽ ജദാൽ, അവർ പകലായപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, മെല്ലെ പറഞ്ഞു, നമുക്കത് പറിക്കാൻ പോകാം. എന്താണ് പറഞ്ഞത്? അനിഗ്ദു അലാ ഹറസിക്കും, അനിഗ്ദു, നിങ്ങൾ ചൊല്ലു. ഗദ എന്നാൽ രാവിലെ പോകുന്നതിനാണ് ഗദ എന്ന് പറയുക, വൈകുന്നേരം പോകുന്നതിന് റാഹ. ഗദ എന്ന് പറഞ്ഞാൽ രാവിലെ പോയി, റാഹ വൈകുന്നേരം പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. മസ്ജിദിലേക്ക് വരുന്നവർക്കുള്ള സന്തോഷ വാർത്തയാണ്, വളരെ മഹത്തായ സന്തോഷ വാർത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ആരെങ്കിലും രാവിലെ വൈകുന്നേരം മസ്ജിദിലേക്ക് പുറപ്പെട്ടാൽ, അഅദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവന് വേണ്ടി ഒരു വിരുന്നൊരുക്കി വെക്കുന്നതാണ്. കുല്ലമാ ഗദാ ഔ റാഹ, എപ്പോ രാവിലെയും വൈകുന്നേരം എപ്പോ ചെന്നാൽ മസ്ജിദിലേക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നല്ല നിയത്തോടെ വരുന്നവർക്കുള്ള മഹത്തായ സന്തോഷ വാർത്തയാണ്. ഗദ എന്നാൽ രാവിലെ പുറപ്പെടുക, റാഹ എന്നാൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം ഒക്കെ അതിൽ പെട്ടു. ഗുദ്വ, അതിനുശേഷമുള്ള റവാഹ് എന്നതിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമെല്ലാം അതിൽപ്പെട്ടു. അനിഗ്ദു, നിങ്ങൾ രാവിലെ പോകണം. അലാ ഹർസിക്കും, നിങ്ങളുടെ ഹർസിന്റെ അടുത്തേക്ക്, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക്. ഇൻ കുന്തും സാരിമീൻ, നിങ്ങൾ സാരിമുകളാണെങ്കിൽ. സാരിമീൻ എന്നാൽ ആസിമീന അലസ്റാം, അത് പറിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ തന്നെ അതിലേക്ക്, കൃഷിയിടത്തിലേക്ക് ചെല്ലണം എന്നവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഫന്തലഖൂ വഹും യതഖാഫതൂൻ, ഫന്തലഖൂ അവർ പുറപ്പെട്ടു, വഹും യതഖാഫതൂൻ അവർ പരസ്പരം സ്വകാര്യം പറഞ്ഞുകൊണ്ട്, യതഖാഫതൂൻ എന്നാൽ സ്വകാര്യം പറയുക എന്നാണ് അതിന്റെ അർത്ഥം. നോക്കി ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് വളരെ ഭംഗിയുള്ളൊരു വാക്കാണ്. യതനാജൗന ഫീമാ ബൈനഹും, അവർ പരസ്പരം പതുക്കെ പറഞ്ഞിട്ടാണ് പോയത്. പോകാം. ഫന്തലഖൂ, അവർ പുറപ്പെട്ടു, പരസ്പരം രഹസ്യം പറഞ്ഞുകൊണ്ട്. യതനാജൗന ഫീമാ ബൈനഹും ബിഹൈഥു ലാ യുസ്മിഊന അഹദൻ കലാമഹു, അവരുടെ വാക്ക് പറയുന്നത് ഒരാളും കേൾക്കാതിരിക്കാൻ വേണ്ടി മെല്ലെ പരസ്പരം സ്വകാര്യം പറഞ്ഞിട്ടാണ് പോയത്. ثم فسر الله عالم السر والنجوى ما كانوا يتخافتون به, എന്നാൽ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്താണ് ഒരു പരസ്പരം രഹസ്യം പറഞ്ഞത് എന്ന്. എന്നാലോചിച്ച് നോക്കി, അള്ളാഹു അവന്റെ കിതാബിൽ ഖിയാമത്ത് നാൾ വരെ ഇത് ഓതുന്ന എല്ലാവർക്കും അവരുടെ രഹസ്യം പരസ്യമാക്കിയിരിക്കുന്നു. അള്ളാഹു അവൻ രഹസ്യങ്ങൾ അറിയുന്നവനാണ്. കൽബുകളിലുള്ളത് പുറത്തേക്ക് വരുന്ന നാളാണ് ഖിയാമത്ത് നാൾ. അത് നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമായാൽ എന്തായിരിക്കും അവസ്ഥ? യൗമ തുബുല സറായിർ,
യൗമ തുബുല സറായിർ, രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന നാളാണെന്ന്. അതുകൊണ്ട് നമ്മുടെ രഹസ്യം നന്നായിരിക്കട്ടെ, നമ്മുടെ സ്വകാര്യങ്ങൾ റബ്ബിന് പ്രിയപ്പെട്ടതായിരിക്കട്ടെ. ഇന്ന അല്ലാഹ യഅ്മുറു ബിൽ അജ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. ആയത്തിന്റെ തഫ്സീറിൽ മഹത്തായ ഒരു ആയത്താണത്, വളരെ ജാമിആയ ഒരു ആയത്താണത്. ആയത്തിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞു, ഇന്ന അല്ലാഹ യഅ്മുറു ബിൽ അജ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു അദ്ലും ഇഹ്സാനും കൽപ്പിക്കുന്നു, നീതിയും നന്മയും. ചില സലഫുകൾ പറഞ്ഞു, അത് നീ എന്താവനാണെന്നറിയുമോ? നീ പരസ്യത്തിൽ എങ്ങനെയാണോ അതിനേക്കാളും നീ രഹസ്യത്തിൽ നല്ലവനാകലാണ്. രഹസ്യവും പരസ്യവും നന്നാവുക, അത് നമ്മളെപ്പോഴും കേൾക്കണല്ലേ. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നൊക്കെ വസിയത്തുകൾ നമ്മൾ കേൾക്കുന്നതാണ്. നീ നിന്റെ രഹസ്യത്തിൽ പരസ്യത്തിലുള്ളതിനേക്കാളും നന്നായിരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നതാണ് രഹസ്യമായി ചെയ്യുന്ന അമലുകൾ. സൗമ് നോക്ക്, നോമ്പ് നോക്ക്. എന്താണ് അള്ളാഹു പറഞ്ഞത്? അസ്സൗമു ലീ വഅനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് ജസാ കൊടുക്കുക. ബാക്കി എല്ലാ അമലും അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്താണ് സൗമിനെ പറ്റി അങ്ങനെ പറയാനുള്ള കാരണം നോമ്പ് കാര്യങ്ങൾ അടുത്തിരിക്കുന്നുണ്ടാവും, നമുക്കറിയണമെന്നില്ല ഇയാൾക്ക് നോമ്പുണ്ട് എന്ന്. എല്ലാവർക്കും നോമ്പുണ്ട്. ഒരാൾ വന്ന് അടുത്ത അവരുടെ കൂടെ വന്നിരുന്നാൽ എല്ലാവർക്കും നോമ്പുള്ളവരൊക്കെ വിചാരിക്കും അവനും നോമ്പുണ്ടെന്ന്. എല്ലാവരും നോമ്പെടുക്കുന്ന ദിവസങ്ങൾ ചെടുക്കാണ്ടോ അങ്ങനെ വന്നിരുന്നൂടെ? ഇരിക്കാം. അത് റിയാ കടന്നു വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് റബ്ബിന് വേണ്ടിയുള്ള അമലാണ്. അള്ളാഹു പറയുന്നു അതെനിക്കുള്ളതാണ്. രഹസ്യമായി അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ അവനേറെ ഇഷ്ടമാണ്. അതുപോലെ രഹസ്യമായി നീ റബ്ബിനെ സൂക്ഷിക്കുക. കാരണം രഹസ്യം പുറത്തു വരുന്ന നാൾ അത് വരാനുണ്ട്. നസ്അലുല്ലാഹൽ ആഫിയ. അവരുടെ രഹസ്യം സിറും രഹസ്യവും അതുപോലെ സ്വകാര്യ സംഭാഷണവും ഒക്കെ, ആലിമു സിർരി വൻ നജ്വ, രഹസ്യവും സ്വകാര്യ സംഭാഷണവും ഒക്കെ അറിയുന്ന അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. എന്താണ് അവർ പറഞ്ഞതെന്ന്? എന്താണ് അവർ പറഞ്ഞത്? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. അവർ പരസ്പരം സ്വകാര്യം പറഞ്ഞത് അല്ലാ യദ്ഖുലന്നഹ, ആ തോട്ടത്തിൽ കയറാനേ പാടില്ല. അൽ യൗമ, ഇന്ന്, അലൈക്കും, നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ ആ തോട്ടത്തിൽ ഇത് പറിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് കയറാനേ പാടില്ല. മിസ്കീനുൻ, ഒരൊറ്റ മിസ്കീനും, സാധുവായ ഒരുത്തനും കയറരുത്. നമുക്ക് തന്നെ അത് മുഴുവൻ പറിച്ചെടുക്കണം. വഗദൗ, അങ്ങനെ അവർ പകലിൽ പുറപ്പെട്ടു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒന്നുമില്ലാതായിട്ടുണ്ട്. അവരുറങ്ങിക്കിടക്കുമ്പോൾ ഏതാണോ ഉദ്ദേശിച്ച് ചെല്ലുന്നത് അത് മുഴുവൻ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. വഗദൗ, അവർ പകലിൽ പുറപ്പെട്ടു. അല ഹർദിൻ, അല ഹർദിൻ, എന്താണ് അല ഹർദിൻ എന്ന് പറഞ്ഞാൽ? ഐ ഖുവ്വത്തി വശിദ്ദത്തിൻ, തീരുമാനിച്ചുറപ്പിച്ച് നല്ല ഒക്കെ ഉറപ്പിച്ചിട്ട് ദൃഢനിശ്ചയത്തോടെ ചെല്ലുകയാണ്. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്, അവർക്ക് മാത്രം പറിച്ചെടുക്കാനൊക്കെ കഴിവും അതിനുള്ള ഉറപ്പുമൊക്കെ കൊണ്ട് ശുദ്ധത്തോടെ അവർ പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത്? ഫലമ്മാ റഔഹാ, ആ ജന്ന, ആ തോട്ടം അവർ കണ്ടപ്പോൾ, ഖാലു, അവരാദ്യം പറഞ്ഞു, ഇന്നാ ലദാല്ലൂൻ, വഴിതെറ്റി പോയിട്ട് എന്ന് പറഞ്ഞു. എന്താ ഇവിടെ ദാല്ലൂൻ എന്നാൽ? ദല്ല, വഴിതെറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമായില്ല, ഇത് അവരുടെ തോട്ടമാണ് എന്ന് അവർക്ക് വിശ്വാസമായില്ല. ഫലമ്മ വസലു ഇലൈഹ, ഇബ്നു കസീർ പറയുന്ന അവരവിടെ എത്തി. വഅശ്റഫു അലൈഹ, അത് നോക്കി. വഹിയ അലൽ ഹാലത്തി അല്ലതി ഖാല അല്ലാഹു അസ്സ വജൽ, തോട്ടമാകട്ടെ അല്ലാഹു നേരത്തെ പറഞ്ഞതുപോലെ പോലത്തെ അവസ്ഥയിലാണുള്ളത്. ഖദ് ഇസ്തഹാലത് അൻ തിൽക അന്നദാറ വസ്സഹറ, ആ കണ്ടാൽ നല്ല ഭംഗിയുള്ള ആകർഷണീയമായ രൂപം അതൊക്കെ പോയിട്ടുണ്ട്. വകസറത്തി സിമാർ, ഒരുപാട് പഴങ്ങൾ അതിലുണ്ടായിരുന്നു, ഫലങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചിട്ടുണ്ട്. ഇല അൻസാർ സൗദാ മുദ്ലഹിമ്മ, അത് കറുത്തിരുണ്ട് നാശമായിട്ടുണ്ട്. ലാ യൻതഫിഉ ബിശൈഇൻ മിൻഹാ, അതുകൊണ്ടൊരു ഉപകാരമില്ലാതെയായിട്ടുണ്ട്. ഫഅതഖദു അന്നഹും ഖദ് അഖ്തഉ ത്വരീഖ്, അവർക്ക് ആദ്യം തോന്നി വഴി മാറിപ്പോയി, വേറെ എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വലിഹാദാ ഖാലു, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇന്നാ ലദാല്ലൂൻ, നമ്മൾ വഴിതെറ്റി വേറെ എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും അതുപോലുള്ള മറ്റു മുഫസ്സിറുകളും പറഞ്ഞു ثم رجعوا عما كانوا فيه. കുറച്ചേരം നോക്കിയപ്പോൾ മനസ്സിലായി, അല്ല ഇത് തന്നെയാണല്ലോ, സ്ഥലം ഒക്കെ ഇത് തന്നെയാണ്, വന്ന വഴി മാറിയിട്ടില്ല, ചുറ്റുഭാഗങ്ങൾ മാറിയിട്ടില്ല. വതയഖനു അന്നഹാ ഹി, അവരുടെ തോട്ടം തന്നെയാണിത് എന്ന് മനസ്സിലായപ്പോൾ അവരെന്തു പറഞ്ഞു? ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല നഹ്നു മഹ്റൂമൂൻ, നമ്മളിതാ തടയപ്പെട്ടിരിക്കുന്നു. മഹ്റൂം എന്നാൽ കിട്ടാത്തവനായി പോവുക, കിട്ടേണ്ടിയിരുന്നത് കിട്ടാതെയായി പോവുക. അങ്ങനെ അള്ളാഹു നമുക്കിത് ഹറാമാക്കി കളഞ്ഞിരിക്കുന്നു, നമ്മളിത് തടയപ്പെട്ടവരായി മാറിയിരിക്കുന്നു എന്നവർ പറഞ്ഞു. ബൽ നഹ്നു മഹ്റൂമൂൻ. ഖാല ഔസതുഹും, അവരിലെ വസത്തായ ഒരുവൻ പറഞ്ഞു. ഔസത്ത് എന്നാൽ ആരാണ്? അഅദലുഹും വഖൈറുഹും, ആ കൂട്ടത്തിൽ നീതിമാനായ, കൂട്ടത്തിൽ ഖൈറായ ഒരുവൻ പറഞ്ഞു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇക്കാക്കമാര് കൊല്ലാൻ പദ്ധതി ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, ഖാല ഖായിലുൻ മിൻഹും ലാ തഖ്തുലു യൂസുഫ് വൽഖൂഹു ഫി ഖയാദത്തിൽ, കൊല്ലണ്ട, നമുക്ക് കിണറ്റിലിടാം എന്ന് പറഞ്ഞ പോലെ ഷർറിന് വേണ്ടി ഒത്തുചേരുന്ന ആളുകളിൽ ചിലപ്പോൾ അതിൽ ഒരാൾ ഷർറ് കുറഞ്ഞ ആളായിരിക്കും, അത്രത്തോളം മോശമായിട്ടുണ്ടാവില്ല. എന്നതുപോലെ അവരിൽ ഒരാൾ പറഞ്ഞു, അലമാ ഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്തിരുന്നുവെങ്കിൽ. ഇവിടെ തസ്ബീഹ് എന്നാൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു ഇസ്തിസ്നാ ആണ് ഉദ്ദേശിച്ചത് എന്ന്. നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ടതായിരുന്നു, ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടതായിരുന്നു. അതുപോലെ ചിലർ പറഞ്ഞു ഹലാ തുസബ്ബിഹൂന അല്ലാഹ വതഷ്കുറൂനഹു അലാ മാ അതാകും വഅൻഅമ ബിഹി അലൈക്കും. അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ തസ്ബീഹും അവനെ ശുക്റും നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നില്ലേ? നിങ്ങൾക്ക് റബ്ബ് തന്നതാണ്, അതുകൊണ്ട് റബ്ബ് തന്നത് അവന് ശുക്ർ കാണിച്ചുകൊണ്ട് സാധുക്കളായ അവന്റെ അടിമകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഖാലൂ, അപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാന റബ്ബിന, സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഇന്നാ കുന്നാ ളാലിമീൻ, നമ്മൾ ആരായിപ്പോയി? ളാലിമീൻ, നമ്മൾ അക്രമികളായിപ്പോയി. فأقبل بعضهم على بعض يتلاومون. فأقبل, അപ്പോൾ വന്നു, بعضهم على بعض, അവരിൽ ചിലരുടെ നേരെ, അവർ പരസ്പരം പറഞ്ഞു. യതലാവമൂൻ, എങ്ങനെ വന്നു? ലൗമത്ത് നടത്തിക്കൊണ്ട്, പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ താഗീൻ, ഞങ്ങൾ തുഗ്യാനിന്റെ ആളുകളായിപ്പോയി, ഞങ്ങൾ അക്രമികളായിപ്പോയി. أي اعتدينا وبغينا وطغينا وجاوزنا الحد حتى أصابنا ما أصابنا. നമ്മൾ അതിരുവിട്ടു പോയല്ലോ, നമ്മൾ ധിക്കാരികളും അഹങ്കാരികളുമായി പോയല്ലോ. ഇതാ എന്നിട്ട് താ ഞങ്ങൾക്ക് ഇത് ബാധിച്ചിരിക്കുന്നു. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ. അസാ റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ് ആയേക്കാം, അൻ യുബ്ദിലനാ, പകരം തന്നേക്കാം. പിന്നെ അവർ ആശ്വസിച്ചു, പിന്നെ അവർ പരസ്പരം ആശ്വസിച്ചു. എന്തു പറഞ്ഞാൽ ആശ്വസിച്ചത്? അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ, അള്ളാഹു ഈ നശിപ്പിക്കപ്പെട്ട തോട്ടത്തിന് പകരം ഇതിനേക്കാളും ഖൈറായത് നമുക്ക് നൽകിയേക്കാം. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഇന്നാ ഇലാ റബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക് റാഗിബൂൻ, റഗ്ബത്ത് വെച്ചു പോകുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ അവനോട് തേടുന്നവരാകുന്നു, അവനോട് ദുആ ചെയ്യുന്നവരാകുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, അള്ളാഹു ഇതിനേക്കാളും നല്ലത് അവൻ നമുക്ക് നൽകട്ടെ. ഇബ്നു കസീർ പറഞ്ഞു, അള്ളാഹു ഒന്നുകിൽ അള്ളാഹു അവർക്ക് ഈ ലോകത്ത് തന്നെ അതുപോലെ അതിനേക്കാളും ഖൈറായത് മറ്റൊന്ന് നൽകുമെന്ന് അവർ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഈ നശിപ്പിക്കപ്പെട്ടതിന് പകരം അള്ളാഹു പരലോകത്ത് അവർക്ക് ഇതിന് പ്രതിഫലം നൽകും എന്ന് പ്രതീക്ഷിച്ചു. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ച കുഫാറുകൾക്ക് ഈ ഉദാഹരണം പറഞ്ഞത് നോക്ക്, എത്ര നല്ല ഉദാഹരണമാണത്. കാരണം ഇവർക്ക് അവസരമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഏത് തോന്നിവാസിക്കും അവസരമുണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ. അള്ളാഹു അവരെ അവന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു, തൗബയിലേക്ക് അവരെ ക്ഷണിക്കുന്നു ഈ മഹത്തായ സംഭവത്തിലൂടെ, ഉദാഹരണത്തിലൂടെ. ഇനി നോക്കൂ, ആരായിരുന്നു ഈ ആളുകൾ? ഇവർ മുഫസ്സിറുകൾ പലരും പറഞ്ഞു ഇത് യമനിലുണ്ടായിരുന്ന
ഒരു ആളുണ്ടായിരുന്നു. അയാളുടെ മക്കളെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നാണ്. അവരുടെ ഇതൊക്കെ ഒരു സഹോദരങ്ങളായിരുന്നു അത്രേ. അല്ലാഹു അലം. വഖദ് കാന അബൂഹും, ആ തോട്ടം അവരുടെ പിതാവിൻ്റെതായിരുന്നു, ഉപ്പാൻ്റെതായിരുന്നു മുമ്പ്. അയാൾ എങ്ങനെയുള്ള ആരായിരുന്നു? യസീറു ഫിഹാ സീറത്തൻ ഹസന, ഉപ്പ ആ തോട്ടം നല്ല നിലക്ക് നോക്കി നടത്തിയ ഒരാളായിരുന്നു. ഫകാന മസ്തഗല്ലഹു മിൻഹാ യറുദ്ദു ഫീഹാ മാ യഹ്താജു ഇലൈഹാ, തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഭാഗം കുറച്ച് അതുകൊണ്ട് കിട്ടുന്ന പൈസ എന്തു ചെയ്യും? അതിലേക്ക് തന്നെ ഇറക്കും അടുത്ത കൃഷിക്ക് വേണ്ടി. വയദ്ദഖിറു ഹാദിഹി ശൈഅൻ വയദ്ദഖിറു ലിഅയാലിഹി ഖൂത സനതിഹി, എന്നിട്ട് ഒരു ഭാഗം അതിൽ നിന്ന് കിട്ടിയ ഒന്ന് തന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേക്ക് നീക്കി വെക്കും. വയതസദ്ദഖു ബിൽ ഫാദിൽ, ബാക്കി സദഖ കൊടുക്കും. ഇതാണ് ഏറ്റവും നല്ല രീതി. കച്ചവടം ചെയ്യുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ, എന്ത് വരുമാനമുണ്ടോ, നല്ല രീതി എന്താണ്? ഒന്ന് നിനക്ക് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പുരോഗമിക്കാൻ വേണ്ടി ചെലവഴിക്കുക, നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് അത് കുറച്ചുകൂടി നന്നാക്കാൻ, അത് വീണ്ടും ഒന്ന് വലുതാക്കാൻ ഒക്കെ കുറച്ച് ഉപയോഗിക്കുക. ഒരു ഭാഗം കുടുംബത്തിന് നീക്കി വെക്കുക, ഒരു വർഷത്തേക്ക് നീക്കി വെക്കുക എന്നതുപോലും വിലക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിന് ഒരു വർഷത്തേക്ക് നീക്കി വെച്ചിരുന്നതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അത് വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു അവിടുത്തെ ദാനശീലം കൊണ്ട്. പക്ഷേ ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി പൈസ നീക്കി വെക്കുന്നു, എന്തെങ്കിലും അള്ളാഹ് തവക്കുലില്ലേ, ഇങ്ങനെയുണ്ടോ പൈസ നീക്കി വെക്കുക എന്ന് സൂഫികൾ പറയും പോലെ നമ്മൾ പറയുകയില്ല. തെറ്റാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. കുടുംബത്തിന് വേണ്ടി നീ നീക്കി വെച്ചോളൂ, സമ്പാദിച്ചോളൂ, അള്ളാഹു അനുവദിച്ചതാണ്. ഇൻഷാ അള്ളാഹ് നിന്റെ നിയ്യത്ത് നല്ലതാണോ അതിന് നിനക്ക് പ്രതിഫലം ഉണ്ടാവും. കുടുംബത്തെ നോക്കാനാണ്, നീ മരിച്ച നിന്റെ മക്കളതെടുത്ത് ഉപയോഗിക്കുമ്പോൾ നിനക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. എന്നാൽ ഒരു വിഭാഗം നിന്റെ ലാഭത്തിൽ ഒന്ന് നീ മറക്കരുത്. ആർക്ക് കൊടുക്കാൻ? സാധുക്കൾ കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യും. നിങ്ങൾ അറിയുമോ, ഇതുപോലെ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു മേഘത്തോട് ഇങ്ങനെ പറയുന്നതായി, ഇതാ ഇന്നാളുടെ തോട്ടത്തിൽ പോയി പെയ്യണം എന്നൊരു ശബ്ദം കേട്ടു. മേഘം ഇങ്ങനെ പോകാൻ തുടങ്ങി. അയാൾ പിന്നാലെ ചെന്നു, മേഘത്തിന്റെ പിന്നാലെ ചെന്ന് ഒരാളുടെ തോട്ടത്തിന് മുകളിലെത്തിയപ്പോൾ മഴ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. ഇയാൾ ചോദിച്ചു, ഈ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് അള്ളാഹുവെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന എന്ത് അമലാണ് നിങ്ങൾ ചെയ്യുന്നത്? അയാൾ പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് ചെയ്യും, ഇതിലേക്ക് ഇറക്കും, അതിന്റെ വരുമാനം ഈ കൃഷി അടുത്ത കൃഷിക്ക് വേണ്ടി ഇറക്കും, അതിലൊന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കി വെക്കും, ഒന്ന് സാധുക്കൾ കൊടുക്കും. അയാൾക്ക് വേണ്ടി എന്താണ് അള്ളാഹു, അയാൾക്ക് പ്രത്യേകമായി റബ്ബ് മഴ പെയ്യിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിഅമ. ഇങ്ങനെയായിരുന്നു ഇവരുടെ പിതാവ്, ഇങ്ങനെയായിരുന്നു. പക്ഷേ ഫലമ്മ മാത, അയാൾ മരിച്ചുപോയപ്പോൾ വറസഹു ബനൂഹു, മക്കൾ അതിന്റെ അവകാശികളായി, മക്കൾക്ക് അനന്തര സ്വത്തായി കിട്ടി. ഖാലു, അവർ പറഞ്ഞു, ലഖദ് കാന അബൂന അഹ്മഖ്, നമ്മുടെ ഉപ്പ വിഡ്ഢിത്തമാണ് ചെയ്തത്, ഉപ്പ ചെയ്തത് ശരിയല്ല, ഉപ്പനേക്കാളും ഉഷാറാണെന്നാണ് അവർ വിചാരിച്ചത്, ഉപ്പക്ക് ബുദ്ധിയില്ലാതെ ചെയ്തതെന്നാണ് അവർ വിചാരിച്ചത്. അവരുടെ പിതാവ് ബുദ്ധിയില്ലാതെ ചെയ്തതാണ്. ദുനിയാവിൽ വലിയ ലാഭമുണ്ടാക്കുക, ദീൻ നോക്കിയിട്ടാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, അതാണ് ബുദ്ധി എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നഷ്ടവും അതിന്റെ മുകളിൽ നഷ്ടവുമാണ് അവനെ കാത്തിരിക്കുന്നത്. ഇങ്ങനല്ലേ പല ആളുകളുടെ വിചാരം? അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോവുക, അപ്പോ ചിലപ്പോൾ താൽക്കാലികമായി അവൻ കാണുന്നത് അവന് ലാഭം കുറവായിരിക്കും. അത് ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൈവരും അതുപോലെ അവർ പറഞ്ഞു, ഉപ്പ ചെയ്തത് ശരിയല്ല, അത് വിഡ്ഢിത്തമാണ്, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൽക്കാന യസ്റിഫു മിൻ ഹാദിഹി ശൈഅൻ ലിൽ ഫുഖറ വലൗ അന്ന മനഅനാഹും ലതവഫറ ദാലിക അലൈനാ. ഉപ്പ ഇതൊക്കെ സാധുക്കൾക്ക് കൊടുത്തിങ്ങനെ കുറെ തീർന്നു പോകും, നമ്മൾ അവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ
ഇതെല്ലാം നമുക്ക് തന്നെ കിട്ടും, മുഴുവനും നമുക്ക് തന്നെ, ആർക്കും കൊടുക്കണ്ട. ഫലമ്മ അസമു അലാ ദാലിക്, അവരതിന് ഉറച്ച തീരുമാനമെടുത്തപ്പോൾ അവർ വിചാരിച്ചതിന്റെ നേരെ എതിരുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. നടന്നത് എന്താണ്? നേരെ എതിർ. സുബ്ഹാനല്ലാഹ്. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണത്? നോക്ക്, ഈ ആയത്തുകളിൽ അള്ളാഹു അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോ? ചെയ്തിട്ടില്ല. ചെയ്യാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതിനെതിരായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് മോശമായത് തീരുമാനിക്കാതിരിക്കുക. ഒരു പാപം ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ അതിന് ശിക്ഷയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ എപ്പോഴും അങ്ങനെയല്ല. കാരണം എന്താ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ ഫൽഖാതിലു വൽമഖ്തൂലു ഫിന്നാർ. രണ്ട് മുസ്ലിമീങ്ങൾ വാളുകൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹാദൽ ഖാതിൽ ഫമാ ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവൻ ശരി, എന്താണ് കൊന്നവൻ ശരി, കൊല്ലപ്പെട്ടവന്റെ സ്ഥിതി എന്താണ്? അവനെങ്ങനെയാണ് നരകത്തിൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി അഖീ, തന്റെ കൂട്ടുകാരനെ കൊല്ലാൻ അവൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. അവൻ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അള്ളാന്റെ ഖദർ കൊണ്ട് മാത്രം അവൻ സാധിച്ചില്ല. അങ്ങനെയാണോ തിന്മ നീ തീരുമാനിച്ചത്? അതിനുള്ള എല്ലാം നീ ഒരുക്കി, എന്നിട്ട് അള്ളാന്റെ ഖദർ കൊണ്ട് മാത്രം നീങ്ങിപ്പോയാൽ ചെയ്ത ശിക്ഷ ഉണ്ടാവും. നീയാണ് ഒഴിവാക്കിയതെങ്കിൽ ശരി, നീ അതിൽ നിന്ന് നിനക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു നന്മ രേഖപ്പെടുത്തും. നീയാണ് ഒഴിവാക്കിയത് എങ്കിൽ. അതല്ല, ചെയ്യാനുള്ള എല്ലാ തീരുമാനവും ഒരുക്കുണ്ടായിരുന്നു, റബ്ബിന്റെ ഖദർ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ചെയ്ത ശിക്ഷ ഉണ്ടാകും എന്നത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്നതുപോലെ നോക്ക്, ഇവർ ഈ മോശമായ കാര്യം തീരുമാനിച്ചപ്പോൾ അവർക്ക് ശിക്ഷയുണ്ടായി. അതുപോലെ താഴത്താണ് അള്ളാഹു ഹറമിനെ കുറിച്ച് പറഞ്ഞത്, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ, ആരെങ്കിലും അവിടെ ഇൽഹാദ് ഉദ്ദേശിച്ചാൽ, ഹറമിൽ ഇൽഹാദ് മോശമായ പ്രവർത്തനം അതിൽപ്പെട്ടു, അതുദ്ദേശിച്ചാൽ അവനെ നാം വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കും. അവിടെ ഉദ്ദേശിച്ചാലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാന, ചെയ്താലെന്നല്ല. അവ എപ്പോഴും ചെയ്താൽ മാത്രമേ ശിക്ഷയുള്ളൂ എന്നല്ല. തീരുമാനങ്ങൾ അതുകൊണ്ട് നന്നാക്കുക, മോശമായത് നമ്മൾ തീരുമാനിക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖൈറായത് ചെയ്യാൻ എപ്പോഴും മനസ്സിൽ തീരുമാനിക്കുക. മോശമായത് ചെയ്യാൻ ഒരവസ്ഥയിലും നമ്മൾ തീരുമാനിക്കാനോ അങ്ങനെ സങ്കല്പിക്കാനോ അങ്ങനെ ചെയ്യാമെന്നിങ്ങനെ പ്ലാൻ ചെയ്യുക, അതൊന്നും സഹോദരങ്ങളെ നമുക്ക് പാടില്ലാത്തതാണ്. അള്ളാഹു അങ്ങനെയുള്ള ഖസ്ദുകൾക്ക് തിരിച്ചടി നൽകിയേക്കും, ഇവർക്ക് നൽകിയതുപോലെ. ഫഅദ്ഹബല്ലാഹു മാ ബിഐദിഹിം ബിൽകുല്ലിയ, അവർ തീരുമാനിച്ചതെന്തോ അവർ കുറച്ചാണ് സാധുക്കൾക്ക് കൊടുത്താൽ അവർക്ക് നഷ്ടം വരിക. എന്നാൽ അള്ളാഹു അവരുടേത് മുഴുവൻ ഇല്ലാതെയാക്കി. റഅസൽ മാൽ വറിബ്ഹ് വസദഖ, മുതലുമില്ല ലാഭവുമില്ല. സദഖ കൊടുത്താൽ എന്താണ് ഉണ്ടാവുക? അതില്ല. ഫലം യബ്ഖ ലഹും ശൈഉൻ, അള്ളാഹു അവർക്കൊന്നും ബാക്കി വെച്ചില്ല. കദാലികൽ അദാബ്, നമുക്ക് അടുത്ത ആയത്ത് എന്താണ്? കദാലികൽ അദാബ്, അങ്ങനെയാണ് അദാബ്, ശിക്ഷ അങ്ങനെയാണ്. വലഅദാബുൽ ആഖിറതി അക്ബർ, പരലോകത്തെ ശിക്ഷ അക്ബർ, അതാണ് ഏറ്റവും വലുത്. ലൗ കാനൂ യഅലമൂൻ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. നോക്ക്, മക്കയിലെ ഖുറൈശികൾക്ക് എത്ര കടുത്ത താക്കീതാണിത്. അള്ളാഹു അതാ നിഅമത്തുകളെ നിഷേധിച്ച, സമ്പത്തും അധികാരവും ഒക്കെ കൊണ്ട് കിബിർ നടിച്ച റബ്ബിനെ മറന്നുപോയ ആളുകളെ ഈ ചരിത്രം കൊണ്ട് താക്കീത് ചെയ്തു. തൗബയിലേക്ക് അവരെ ക്ഷണിച്ചു. ദുനിയാവിൽ തന്നെ അദാബ് ഉണ്ടായേക്കും, അല്ല ഉണ്ടാകും. ഇങ്ങനെയാണ് ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ അദാബ്. അപ്പൊ പിന്നെ പരലോകത്തിന്റെ അവസ്ഥ എന്താണ്? നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ തന്നെ ഉണ്ട്. ദുനിയാവ് നിസാരമാണെന്ന് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും. ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ദുനിയാവ് ഒന്നും മാ ഫൗക തുറാബി തുറാബു എന്ന് പറഞ്ഞതുപോലെയാണ്. മണ്ണിന് മുകളിലുള്ളൊക്കെ മണ്ണാണ്, മണ്ണിന് മുകളിലുള്ളൊക്കെ വെറും മണ്ണാണ് എന്ന് പറഞ്ഞതുപോലെയാണ് പരലോകത്തെ കുറിച്ച് ചിന്തിച്ചാൽ. എന്നാൽ ദുനിയാവിൽ തന്നെ ഉണ്ട്, ദുനിയാവ് വളരെ നിസാരമാണെന്ന് കാണിച്ചു തരുന്ന എത്രയോ ഉദാഹരണങ്ങൾ. ഒന്നും വേണ്ട, നമ്മൾ ഇന്ന് ഒരു
കുറച്ചൊക്കെ നല്ല കുടുംബത്തിലും നാട്ടുകാർക്കിടയിലൊക്കെ പണക്കാരനാണെന്ന് അറിയപ്പെടുന്ന ഒരാളോട് സംസാരിച്ചു. നല്ല വീടും നല്ല വാഹനവും ഒക്കെ ഉള്ള ഒരാൾ. ഈ മസ്ജിദിലാരുമല്ല കേട്ടോ, ഈ മസ്ജിദിലാരുമല്ല. അപ്പോ അയാൾ പറയുന്നത്, കുറച്ച് സംസാരിച്ചതിൽ 75% അയാൾ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എമ്പാടും ഒരു പ്രത്യേക ബ്രാൻഡിന്റെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ മുതലാളിയായ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനെ കുറിച്ചാണ്. അയാളുടെ കച്ചവടം, അയാളുടെ കച്ചവടത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇയാൾക്കറിയാം. അപ്പോൾ അയാളുടെ കച്ചവടം, അയാളുടെ ബിസിനസ്, അയാളുടെ ലാഭം, അതിനെക്കുറിച്ചാണ് ആര് ചിന്തിക്കുന്നത്? ഇയാൾ ചിന്തിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ, ഇയാളെ പരിചയമുള്ള ആളുകളൊക്കെ എന്തായിരിക്കും ചിന്തിക്കേണ്ടത്? ഇയാളെ കുറിച്ചാണ്. അയാൾ നല്ല സന്തോഷത്തിലും സുഖത്തിലും ഒക്കെയാണ്. അയാളായിട്ട് അതിന് മുകളിലുള്ള ആളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ ചിന്തിക്കുന്ന മുതലാളി അതിനേക്കാളും മുകളിലുള്ള ആളെ കുറിച്ചാണ് തീർച്ചയായും ചിന്തിക്കുന്നത്, സംശയമില്ല. നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. നമ്മളെക്കാളും സൗകര്യം കുറഞ്ഞ ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതാണ്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് നിസാരമായി തോന്നാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദുനിയാവിൽ നമ്മൾ വലിയ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒന്നുകിൽ നമ്മളെക്കാളും ദുഃഖത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ പോലെ തന്നെയാണ് അയാളുടെ അവസ്ഥ. നമ്മൾ അയാളെ നോക്കുന്ന അയാളെക്കാളും മുകളിലുള്ള ആളുകൾ നോക്കുന്നു. ഇങ്ങനെ ദുനിയാവ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ തന്നെ ഉണ്ട്. ഇത് നിസാരമാണെന്ന് നമുക്ക് ഉറപ്പു തരുന്ന കാര്യങ്ങൾ. ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചാലാകട്ടെ അത് വളരെ വ്യക്തമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചു. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കി അനിൽ ജിദാദ് ബില്ലൈൽ വൽ ഹസാദ് ബില്ലൈൽ. രാത്രി ജിദാദ് എന്നാൽ ഈത്തപ്പന, കാരക്കാത് പറിച്ചെടുക്കുക, അതിന്റെ വിളവെടുക്കുക. ഹസാദ് എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ള വിളവുകളൊക്കെ കൊയ്തെടുക്കുന്നതിനാണ് ഹസാദ് എന്ന് പറയുക. അത് രാത്രി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. ഇമാം അൽബാനി ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തി. ഇവർ എപ്പോഴാണ് എടുക്കാൻ പോയത്? ഇരുട്ടിലാണ് അവരുടെ തോട്ടം, അതിലുള്ള പഴങ്ങൾ പറിച്ചെടുക്കാൻ പോയത്, സാധുക്കളൊന്നും വരാതിരിക്കാൻ. നമ്മളങ്ങനെ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാധുക്കൾ വരട്ടെ, അവര് നോക്കി നിന്നാൽ, അവരോടുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. അത് അള്ളാഹു നോക്ക് വആതു ഹഖ്ഖഹു യൗമ ഹസാദിഹി എന്ന് പറഞ്ഞു. അതായത് വിളവെടുക്കുന്ന സമയത്ത് അതിന്റെ ഹക്ക് നിങ്ങൾ കൊടുക്കുക. വിളവുകളുടെ സക്കാത്ത് കൊടുക്കേണ്ട, വിളകളുടെ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? വിളവെടുക്കുന്ന സമയത്താണ്, വർഷത്തിലല്ല. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ആ ആയത്തിൽ സക്കാത്ത് മാത്രമല്ല, നോക്കി നിൽക്കുന്ന സാധുക്കൾ ഉണ്ടാവുമല്ലോ, അവിടേക്കുള്ള അവർക്ക് കൊടുക്കണം. അതിൽ നിന്ന് എത്രത്തോളം അള്ളാഹു പറഞ്ഞു ഖിസ്മത്ത്, അഥവാ അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ പോലും, വീതിക്കുന്ന സമയത്ത് അവിടെ സാധുക്കൾ ഉണ്ടെങ്കിൽ, അവരവകാശികളല്ലെങ്കിൽ കൂടി അവർക്ക് കൊടുക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതിനാണ് ബറക്കത്തുള്ളത്, അതിനാണ് ഖൈറുള്ളത്. വമമാലുക ഇല്ലാ മാ അകൽത ഫഅഫനൈത് ഔ ലബിസ്ത ഫഅബ്ലൈത് ഔ തസദ്ദഖ്ത ഫഅംലൈത്. നീ തിന്നതും നീ ഉടുത്തതും നീ കൊടുത്തതുമല്ലാതെ പിന്നെന്താണ് നിന്റെ പണം? പൂട്ടിവെച്ചതല്ല നമ്മുടേത്, മറിച്ച് ഇതുപോലെ നമ്മൾ ചെലവഴിച്ചതാണ് നമ്മുടേത് യഥാർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.